കൂടുതൽ ദിനപത്രങ്ങൾ ഇറക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ഉത്തരം ബംഗാൾ ഗസറ്റ്. പ്രസിദ്ധീകരണം തുടരുന്ന മലയാളത്തിലെ ഏറ്റവും പഴയ പത്രം ഏത്? ഉത്തരം ദീപിക. പൂന്താനത്തിൻ്റെ പ്രസിദ്ധമായ കൃതി? ഉത്തരം ജ്ഞാനപ്പാന. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. മഹാകവി ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഏത്? ഉത്തരം ഉമാകേരളം. പത്മഭൂഷൺ നേടിയ മലയാള കവി? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കയർ എന്ന പ്രസിദ്ധമായ നോവൽ എഴുതിയതാര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ഒ വി വിജയൻ്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്? ഉത്തരം ഗുരുസാഗരം. മലയാള സാഹിത്യത്തിൽ ആദ്യം ഡോക്ടറേറ്റ് നേടിയ വ്യക്തി? ഉത്തരം ചേലനാട് അച്യുതമേനോൻ. സാഹിത്യമഞ്ജരിയുടെ കർത്താവ് ആര്? ഉത്തരം വള്ളത്തോൾ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം സച്ചിദാനന്ദൻ. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? ഉത്തരം രണ്ടാമൂഴം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എഴുതിയ സന്ദേശകാവ്യം ഏത്? ഉത്തരം മയൂര സന്ദേശം. കേരളം എന്ന കാവ്യം രചിച്ചതാര്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം എഴുത്തച്ഛൻ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി? ഉത്തരം കെ ശ്രീകുമാർ. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ നിയമം പാസാക്കിയ വർഷം? ഉത്തരം 1969. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം ഏത് ഭാഷാഗോത്രത്തിൽ പെടുന്നു? ഉത്തരം ദ്രാവിഡ ഭാഷാഗോത്രം. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ഉത്തരം ആട്ടക്കഥ. പപ്പു ഏത് കൃതിയിലെ കഥാപാത്രം? ഉത്തരം ഓടയിൽ നിന്ന്. മണിപ്രവാള ഭാഷയിൽ ഏതൊക്കെ ഭാഷകൾ ചേരുന്നു? ഉത്തരം മലയാളവും സംസ്കൃതവും. പൂതപ്പാട്ട് എന്ന കവിത എഴുതിയ കവി? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. എസ് കെ പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏത്? ഉത്തരം വിഷകന്യക. എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏത്? ഉത്തരം അറബിപ്പൊന്ന്. ചുക്ക് എന്ന നോവൽ ആരുടെ രചനയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിൽ ആദ്യം സിനിമയാക്കിയ നോവൽ ഏത്? ഉത്തരം മാർത്താണ്ഡവർമ്മ.